പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 33 അധ്യായം, അതിന്റെ 29 വാക്യം. ഇസ്രായേലി, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയും നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിന്മേൽ നടകൊള്ളും. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്, ഇസ്രായേലി, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. അത് ഈ വചനം നമ്മൾ ചിന്തിച്ചാൽ കാലാകാലങ്ങളായി നാം ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ, പ്രൈസലോ, ഇസ്രായേലിനെതിരെ വലിയ ശക്തികൾ ഒന്നിച്ചെഴുന്നേറ്റിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേലിനെ ഭൂമുഖത്വം തുടച്ചു മാറ്റുവാൻ വേണ്ടുന്ന എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനവരായി ഒരുമിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പൊരുതി നോക്കിയിട്ടുണ്ട്. യുദ്ധം ചെയ്ത് ഒന്നടങ്കം നശിപ്പിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചുവെങ്കിലും ഇസ്രായേലിനെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ട സത്യമാണ്. ഒരിക്കലും നിങ്ങൾക്ക് നശിപ്പിക്കുവാനും കഴിയില്ല. അതിനുവേണ്ടി കിണഞ്ഞിറങ്ങുന്ന രാജ്യങ്ങളെ ദൈവം തുടച്ചു മാറ്റും. ഇസ്രായേലിനെ തകർക്കുവാൻ കഴിയില്ല. കാരണം ഇസ്രായേലിനെ ദൈവം ഭാഗ്യവാനായി തെരഞ്ഞെടുത്തതാണ്. അവന് തുല്യനായി ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വേദപുസ്തകത്തെ മാറ്റി എഴുതി നിങ്ങളുടെ സാമ്രാജ്യം അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരുങ്ങുന്നവരുടെ സാമ്രാജ്യം തീർക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ആക്ഷരികമായി നമ്മളങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമത്തിൽ വീണ്ടും നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവമായി മല്ലുപിടിച്ച യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി നിന്റെ പേർ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നാകുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രഭു എന്നാണ്. അപ്പം ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേലിനെ അവൻ തകർക്കുവാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് പുതിയ നിയമസഭയെ ദൈവം വിളിക്കുന്നത് ഇസ്രായേൽ എന്നാണ്. പുതിയ നിയമസഭയുടെ ഓരോ അംഗങ്ങളും ഇസ്രായേൽ തന്നെ, ഇസ്രായേൽ ജനത്തെ തന്നെ, ഇസ്രായേലോട് സാമ്യപ്പെടുത്തിയ അവരെ ദൈവം വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ എന്ന. അത് ദൈവജനത്തിന്റെ ഒരു പുതിയ പേര് ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ പുതിയ നാമമാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ദൈവോത്തരം മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. ധാന്യവും വീര്യമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിൽ ഉറവ് തനിച്ചു വസിക്കുന്നു. ആകാശം അവന് മഞ്ഞ് പൊഴിയിക്കുന്നു എന്നുള്ളത് ആവർത്തന പുസ്തകം 33 അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 28ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം നാം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മോശയുടെ മരണസമയം ആസന്നമായപ്പോൾ അവൻ ഇസ്രായേൽ ഗോത്രങ്ങളെ പ്രവചനാത്മാവിൽ അനുഗ്രഹിക്കുന്നതും അവരുടെ ഭാവി ദർശിച്ചുകൊണ്ട് മോശ ദൈവാത്മാവിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതുമായ വലിയൊരു പ്രാർത്ഥനയാണ് നാം വായിച്ച ദൈവവചനം അഥവാ ആവർത്തന പുസ്തകം 33 അധ്യായം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 49 യാക്കോബ് മക്കളെ അനുഗ്രഹിച്ച് വാക്കുകൾക്കകത്ത് ശാപത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. രക്തം. ഹല്ലേലൂയ. എന്നാൽ മോശയുടെ വാക്കുകളിൽ എല്ലാം അനുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 49 വായിച്ചു നോക്കണം. അതിനകത്ത് യാക്കോബിന്റെ വാക്കുകൾക്കകത്ത് ശാപവാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നതും, ആവർത്തന പുസ്തകം 33 അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നതും കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ മാനുഷിക വാക്കുകൾ വേദന ഉളവാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അത് പരിവരുത്തതുമാണ്. മനുഷ്യ വാക്കുകൾ വേദന ഉളവാക്കുന്നു, പരിവരുത്തതുമാണ്. എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾ എത്രയോ ആശ്വാസകരമാണ്. ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവാത്മാവിൽ പറയുന്ന വാക്കുകൾ ആശ്വാസകരമാണ്.
എന്നാൽ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന് ന്യായപ്രമാണ കൽപ്പനകൾ നൽകിയതിനെ മോശ ആദ്യമായി അനുസ്മരിക്കുന്നു. അല്ലേലൂയ. ആവർത്തന പുസ്തകം 33:2 നമുക്കിവിടെ വായിക്കാൻ കഴിയും. അല്ലേലൂയ. അവൻ പറഞ്ഞത് എന്താണെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേയീരിൽ ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു, അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലം കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് മോശ ഓർത്ത് ആമേ ഓർക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം ചിന്തിച്ചു നോക്കി നമ്മുടെ ദൈവത്തെ കുറിച്ച്. ഹല്ലേലൂയ. എന്നത് വിശുദ്ധന്മാരുടെ കൂടെ വന്നു എന്ന് പറയുന്ന മറ്റു പല പരിഭാഷകളിൽ ദൈവദൂതന്മാരെ ഉദ്ദേശിച്ചാണ്. വിശുദ്ധന്മാരുമായി വന്നെന്ന് പറയുന്നത് ദൈവദൂതന്മാരെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധന്മാർ എന്നിവിടെ പറയുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ കർത്താവ് വിളിക്കുന്ന പേര് ഭാഗ്യവാൻ എന്നാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞങ്ങൾ ഭാഗ്യവാനാണെന്ന് താങ്കൾ പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഭാഗ്യമുള്ളതായിട്ടൊന്നും ഭാഗ്യപദവികളെ ഒന്നും ചൂണ്ടിക്കാണിക്കുവാനില്ലല്ലോ, ഞങ്ങൾക്ക് എടുത്തു പറയാനില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ശരിയായ സംഭവമാണ്. എന്നാൽ നീ ആത്മീയമായി നീ ഭാഗ്യവാനാ. ലോകത്തിനില്ലാത്ത ചില നന്മകളും ലോകത്തിനില്ലാത്ത ചില ഐശ്വര്യങ്ങളും ലോകക്കാർക്കില്ലാത്ത സമാധാനവും സന്തോഷവും സ്വസ്ഥതയും അവർക്ക് ലഭിക്കാത്ത നിത്യമായ ജീവനും നിത്യമായ സന്തോഷവും നിത്യമായ രക്ഷയും പുതിയ യെരൂശലേമും ആ സ്വർഗ്ഗ കാനാനും ഒക്കെ മരണവും മരണാനന്തര ജീവിതവും ദൈവദൂതന്മാരും കിരുബുകളും സാറാഫുകളും വിശുദ്ധന്മാരുമായി കൂടാനുകൂടി ആമീൻ ദൂതന്മാരോടൊപ്പം സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന പദവികളെല്ലാം ദൈവം തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ആമീൻ നിങ്ങൾക്കാണ് ദൈവം തന്നിരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ലോകപ്രകാരമല്ല നാം ഭാഗ്യവാൻ, ആത്മീയ പ്രകാരമാണ് നാം ഭാഗ്യവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശ ഇസ്രായേലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നിനക്ക് തുല്യനാണ്. ഹല്ലേലൂയ. അതെ, നീ ഭാഗ്യവാനാണ് സഹോദര, നീ ഭാഗ്യവതിയാണ് സഹോദരി. നിനക്ക് തുല്യനായി ഭൂമിയിൽ ആരുമില്ല. ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് നിന്റെ പാപത്തിന് പരിഹാരം തന്നിന്റെ പാപത്തെ ശുദ്ധീകരിച്ച് ലോകത്ത് നിന്നെ വേർതിരിച്ച് ദൈവം നിന്നെ ഭാഗ്യവാനായി ഭാഗ്യവതിയായി മാറ്റിയിരിക്കുമ്പോൾ, നീ ദൈവത്തിന് ഉറപ്പോടെ നിൽക്കുമ്പോൾ, വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ബദലി ഒന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ആമീൻ, കണ്ണ് കണ്ട് ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് നമ്മൾ തിരുവെഴുത്തിൽ പുതിയ നിയമത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ എന്ന് ദൈവവചനം പറയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സകല നന്മകളും, ഹല്ലേലൂയ, എല്ലാ ഭാഗ്യ പദവികളും നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. ആമേൻ. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചതൊന്നും മറച്ചു വെക്കാതെ നിന്റെ കൺമുമ്പിൽ നിരത്തി വെക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ട്. അതെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. മോശ ഇസ്രായേലത്തെ ഇങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, യേശുക്രിസ്തു നിങ്ങളെ എത്രമാത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം അനുഗ്രഹമാണ് നൽകിത്തരുന്നത്. നിങ്ങൾ അനുഗ്രഹത്തിന്റെ പങ്കാളികളായി മാറണം. രക്തം ചെയ്യും. പ്രൈസ്. അപ്പൊ നിങ്ങൾ ആരാണ്? ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഭാഗ്യവാനായി ഭാഗ്യവതിയായി തെരഞ്ഞെടുത്തു. കഷ്ടതകളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും ദാരിദ്ര്യങ്ങളുടെ നടുവിലും നൊമ്പരങ്ങളുടെ നടുവിലും, ഹല്ലേലൂയ, സഹിക്കാനാവാത്ത പരിഹാസങ്ങളുടെ നടുവിലും ദൈവം നിന്നെ ഭാഗ്യവാനായി ഭാഗ്യവതിയായി തെരഞ്ഞെടുത്തതിന് പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം നിറവേറുവാൻ വേണ്ടി, ദൈവഹിതം നിറവേറുവാൻ വേണ്ടി, ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ മേൽ നിവർത്തിക്കുവാൻ, ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കാൻ വേണ്ടി നീ ദൈവത്തിന് നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുമ്പോൾ രക്തം ചെയ്യും. ഹല്ലേലൂയ. അതിനുവേണ്ടി നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്നലകളിലെ സങ്കടങ്ങളെ മാറ്റിക്കൊണ്ട് നിന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിനക്കായി ഒരുക്കിയ പദ്ധതികളെല്ലാം ദൈവം നിന്റെ ജീവിതത്തിൽ തരാൻ തുടങ്ങും. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഭാഗ്യമേറിയ ജീവിതത്തിന് നമ്മുടെ വേദപുസ്തകം വഴികാട്ടിയാണ്. പ്രൈസലോ. നിങ്ങൾക്ക് മാതാവേ, പിതാവേ, ഭാഗ്യമേറിയ ഒരു ജീവിതം നിനക്ക് നയിക്കുവാൻ സത്യ വേദപുസ്തകം ഒരു വഴികാട്ടിയായി നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്.
ഹല്ലേലൂയ. ആരെല്ലാം ഈ സത്യവേദ പുസ്തകം എടുത്ത് വായിച്ചനകത്തെ വചനങ്ങളെ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ദൈവം ജീവിതത്തിൽ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിഷേധിക്കുവാൻ കഴിയില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഭാഗ്യവാന്മാർ എന്നതിന് പ്രസിദ്ധി പ്രാപിച്ചവർ, ശ്രേഷ്ഠതയുള്ളവർ, അനുഗ്രഹമുള്ളവർ എന്നൊക്കെയാണ് അർത്ഥം. ഹല്ലേലൂയ. ഭാഗ്യവാൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഹല്ലേലൂയ. ആമി പ്രസിദ്ധി പ്രാപിച്ചവർ, ഹല്ലേലൂയ, ശ്രേഷ്ഠതയുള്ളവർ, അനുഗ്രഹമുള്ളവർ എന്നൊക്കെ അതിനെ ചരിത്രകാരന്മാർ, വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം വാസ്തവമായി യഹോവ ദൈവമായി കരുതുന്ന ജനം ഭാഗ്യമുള്ള ജനം തന്നെ എന്ന് 144 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. 144 സങ്കീർത്തനം 15 വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് എന്നവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യഹോവ ദൈവമായിരിക്കുന്ന ജനം ആരാണ്? ഭാഗ്യമുള്ളത്. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 144 സങ്കീർത്തനം അതിലെ 12 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൗമികമായ അനുഗ്രഹങ്ങളുടെ ഒരു വർണ്ണനയാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത്. 12 വാക്യത്തിൽ ഐശ്വര്യപൂർണമായ ചുറ്റുപാടുകൾ ഇസ്രായേലിലെ യുവാക്കൾ തഴച്ചു വളരുന്ന വൃക്ഷത്തൈകൾ പോലെയും അവരുടെ യുവതികൾ അരമനയിലെ മൂലത്തൂണുകൾ പോലെയും എന്ന സൗന്ദര്യവതികളായിരിക്കുമെന്ന് അവിടെ വിവരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. 13 വാക്യത്തിൽ പറയുന്ന നിറഞ്ഞ കളപ്പുര ദാരിദ്ര്യമത്തെ കാണിക്കുന്നു. അതുപോലെ ആട്ടുമാടുകൾ അനവധിയായി വർദ്ധിക്കുന്നു. 14 വാക്യത്തിൽ കാളകൾ ചുമട് ചുമക്കട്ടെ എന്ന് പറഞ്ഞാൽ അവയെല്ലാം ചുമട് ചുമക്കാൻ തക്കവണ്ണം ബലമുള്ളതായിരിക്കട്ടെ എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മതിൽ തകർക്കുന്നതും പടക്കി പുറപ്പെടുന്നതും കൊള്ളക്കാരുടെ ആക്രമണത്തെയും ഭവനവേദനത്തെയും സൂചിപ്പിക്കുന്നത്. വീതികളിൽ നിലവിളി എന്ന് പറഞ്ഞത് പരസ്യമായ പ്രക്ഷോഭങ്ങൾ ഹല്ലേലൂയ നടക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഇങ്ങനെയൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ദൈവം തന്റെ ജനത്തെ വിളിച്ച് വേർതിരിച്ചിട്ട് 15 വാക്യത്തിൽ പറയുന്നത്. ഈ സ്ഥിതിയിൽ സമാധാനത്തോടെ ഇരിക്കുന്ന, സ്വസ്ഥതയോടുകൂടി ഇരിക്കുന്ന, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് ദൈവിക വിശ്വാസത്തിൽ നിൽക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. അത് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, യേശു നിനക്ക് ദൈവമായി നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ ഭാഗ്യവതിയാണ്, നീ ഭാഗ്യവാനാണ്. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം, സന്തോഷവും സ്വസ്ഥതയും യേശു തന്നു നിറയ്ക്കും. ഹല്ലേലൂയ. അത് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് വരെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനും വിശ്വസിക്കുവാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ ഒന്ന് വിശ്വസിച്ച് നോക്കിയാട്ടെ. ഹല്ലേലൂയ. ലോകം പറയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്, യേശുക്രിസ്തുവിനെ നമ്മൾ അനുസരിക്കുന്നത്, ആ വചനം അനുസരിക്കുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ വന്ന് പറയുന്ന വചനം കേട്ടാൽ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കാൻ പോയി നിങ്ങളെ മതം മാറ്റുക എന്നൊക്കെ പറയും. നിങ്ങളെ മതം മാറ്റുകയാണ്, നിങ്ങളെ പേര് മാറ്റുകയാണ് എന്നൊക്കെ ലോകം പറയും. പക്ഷെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതും യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നതും ഒന്നും നിങ്ങളെ മതം മാറ്റാനല്ല. ഹല്ലേലൂയ. നിങ്ങളെ മതം മാറ്റാനും നിങ്ങളുടെ പേര് മാറ്റാനും ഒന്നുമല്ല. നിങ്ങളെ മതം മാറ്റിയിട്ട് നിങ്ങളുടെ പേര് മാറ്റിയിട്ട് ഒന്നും ഞങ്ങൾക്കൊന്നും നേടാനുമില്ല. പക്ഷെ നിങ്ങളോട് പറയുന്ന സുവിശേഷത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പാപബോധം വരും. ഹല്ലേലൂയ. പാപബോധം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ പാപത്തെ ഉപേക്ഷിക്കും, ലോകത്തെ ഉപേക്ഷിക്കും, ലോക ജീവിതം ഉപേക്ഷിക്കും, മലിനപ്പെട്ടത് എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ നല്ല മനുഷ്യനായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ നല്ല മനുഷ്യനായി മാറി ദൈവത്തിന് ബോധിച്ചവളായി മാറുമ്പോൾ ദൈവം നിങ്ങളെ ഭാഗ്യവാനെന്നും ഭാഗ്യവതി എന്നും വിളിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ മതം മാറ്റുന്നതുമല്ല അവിടെ പേര് മാറ്റുന്നത്. പിന്നെ എന്താ? ദൈവം നിന്നെ ഭാഗ്യവാനായി ഭാഗ്യവതിയുമായി തിരഞ്ഞെടുക്കുന്നതാ. ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി നിന്നെ തിരഞ്ഞെടുക്കുന്നതാ. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ വിട്ട് നീ യേശുവിന്റെ ഒപ്പം ചേർന്ന് ദൈവത്തിന്റെ മകനായി മകളായി നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് മതം മാറ്റല്ല. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ ദൈവത്തിന്റെ വചനം കേൾക്കണം. യേശുവിനെ കുറിച്ച് നീ കേൾക്കണം. യേശുവിനെ കുറിച്ച് നിന്റെ ഹൃദയത്തിൽ നീ ഉൾക്കൊള്ളണം. യേശുക്രിസ്തുവിനെ വസിക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ ഇരിപ്പിടം നീ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, മോശ ഇസ്രായേലത്തെ അനുഗ്രഹിച്ചപ്പം പറഞ്ഞത്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ എന്ന് ചോദിച്ചതുപോലെ
പുതിയ നിയമസഭയിൽ ഒരുവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു യേശുവിനെ അറിയുമ്പോൾ, യേശുവിനെ അനുസരിക്കുമ്പോൾ, വേദപുസ്തകം നിന്നെ അനുഗ്രഹിച്ച് വിളിക്കുന്നതാണ്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യവാൻ. അത് നിന്റെ സ്ഥിതിഗതികളെ മാറ്റി തന്നിന്റെ ഭാഗ്യവതയിലേക്ക് എത്തിക്കുവാൻ എന്നെ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ കഷ്ടതയെ ദൈവം മാറ്റിത്തരും കേട്ടോ. നിന്റെ സങ്കടങ്ങളെ മാറ്റിത്തരും. എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എത്ര കാലമായി ഈ അവസ്ഥയിലൂടെ പോകുന്നതല്ലേ? നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കാനല്ലേ, കർത്താവ് എന്നെന്റെ കഷ്ടത തീരും, എന്നെന്റെ സങ്കടം തീരും, എന്നാണ് എനിക്ക് ഉയർച്ച കിട്ടുന്നത്, എന്നാണ് എനിക്കൊരു മറുപടി കിട്ടുന്നതൊക്കെ നിങ്ങൾ ചോദിക്കാറല്ലേ? പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയാറില്ലേ, കർത്താവേ എന്റെ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് മാറ്റണമേ, എന്റെ ഈ സങ്കടങ്ങളിൽ നിന്ന് മാറ്റണമേ, എന്റെ കുടുംബത്തിനകത്തൊരു അനുഗ്രഹം തരണമേ എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ? അത് നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനും യേശു മറുപടി തരാൻ പോവുകയാണ്. നീ കണ്ണുനീരോടെ വിലപിച്ച് പ്രാർത്ഥിച്ച, കണ്ണുനീരോടെ നീ യാചിച്ച, നിന്റെ യാചനകളും അപേക്ഷയും കേട്ട ഒരു ദൈവമുണ്ട്. അല്ലേരിയ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദുഃഖിച്ചു പോകണ്ട, അല്ലേരി നീ ഭാരപ്പെട്ടു പോകണ്ട. നീ എത്ര താഴ്ചയിലായിരുന്നാലും നിന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അല്ലേരിയ അതുകൊണ്ട് നീ സത്യവേദ പുസ്തകത്തെ നീ ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിതത്തിന്റെ വഴികാട്ടിയായി നീ അതിനെ അനുസരിക്കുമ്പോൾ, അതിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവം പറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്നോടുള്ള വാഗ്ദത്തങ്ങളാണെന്ന് മനസ്സിലാക്കി ദൈവം നിന്നെ ഭാഗ്യവാനും ഭാഗ്യവതിയായി തെരഞ്ഞെടുത്തു എന്നുള്ള വിശ്വാസം നിന്റെ ഹൃദയത്തിനകത്ത് അരക്കിട്ട് ഉറപ്പിക്കുന്നത് പോലെ നീ ഉറപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, ലോകക്കാര് കാണാൻ കഴിയാത്തത്, ലോകജനത്തിന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തും. രക്തം ചെയ്യും, യേശു നിന്നെ മാനിച്ചുയർത്തും കേട്ടോ. അതുകൊണ്ട് നീ സങ്കടപ്പെട്ടിരിക്കണ്ട. രക്തം ചെയ്യും നിന്നെ മാനിച്ചുയർത്തുമെന്നേ, അതിന് 100 തെളിവ് തരാം. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചൂള, കഷ്ടതയുടെ പ്രതിസന്ധികൾ, ഹല്ലേലൂയ, ജീവിതം മടുത്ത നിരാശയുടെ നിലയിലൂടെ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി വിഷം കുടിച്ച് മരിക്കുവാനിരുന്ന രാത്രികളുണ്ട്. വിഷം കുടിച്ച് മരിക്കുവാൻ കാത്തിരുന്ന പകലുകളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വലിയ മരണത്തെ മാത്രം കണ്ടുകൊണ്ട് മരണവാസനയിലേക്ക് നീങ്ങിക്കൂട്ടിരുന്ന അരുളിലേക്ക് ഒരിക്കൽ ദൈവം തന്റെ ദാസന്മാരെ അയച്ചിട്ടുണ്ട്, ദൈവം തന്റെ ദാസിമാരെ അയച്ചിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ ആലോചന പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, മരിക്കുവാൻ ഇരുന്ന കുടുംബങ്ങൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. മരണത്തിന് വേണ്ടി വാങ്ങിവെച്ചിരുന്ന വിഷക്കുപ്പികൾ എറിഞ്ഞു ഉടച്ചിട്ടുണ്ട്. മരിക്കുവാൻ വേണ്ടി, തൂങ്ങി മരിക്കാൻ വേണ്ടി വാങ്ങിവെച്ച കയറുകൾ കത്തിച്ചു കളഞ്ഞ അനവധി സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. മരിക്കുവാനായി ഓടിപ്പോയ വ്യക്തിയെ തിരിച്ചു വിളിച്ച് അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന സംഭവമുണ്ട്. മരണത്തിന് വേണ്ടി വെള്ളത്തിൽ ചാടിയവരുണ്ട്, ട്രെയിനിന്റെ മുമ്പിൽ ചാടിയാൻ ശ്രമിച്ചവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ദൈവദാസിദാസന്മാരുടെ ദൈവശബ്ദം അവർ വിളിച്ച വിളി അവർ കേട്ട് കഴിഞ്ഞപ്പോൾ ആ വിളി അവരുടെ കാതുകളിലൂടെ ഹൃദയത്തിലേക്ക് കടന്നു എന്ന് ആ വചനം അവരുടെ ഹൃദയത്തിൽ ആണി പോലെ തറച്ചപ്പോൾ, ഹല്ലേലൂയ, അവർ മടങ്ങി വന്ന് ജീവിതത്തിലേക്ക് വന്ന അനുഭൂതി സംഭവങ്ങളുണ്ട്. അവരൊക്കെ ഇന്ന് ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാണെന്ന് ചോദിക്കുന്നത് പോലെ രക്തം ചെയ്യും അവർ ദൈവത്തിനെ മാനിക്കപ്പെട്ടു. രക്തം ചെയ്യും. അതേ ശ്രോതാവേ, നിന്റെ സകല പ്രശ്നങ്ങൾക്കും യേശു മറുപടി തരും. ഈശോ ഇവിടെ വചനം നിങ്ങൾ അങ്ങ് സ്വീകരിച്ച്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാ, ഹല്ലേലൂയ എന്ന് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. സ്തോത്രം. ഈ ഭാഗ്യവർണ്ണനയോടെയുള്ള വിളി എന്നൊക്കെ പറയുന്നത് യേശുവാണ് വിളിക്കുന്നത് കേട്ടോ. കർത്താവാണ് വിളിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരുപക്ഷെ ലോകത്തിന്റെ ഏതെങ്കിലും അധാർമികമായ പാപ സ്വഭാവത്തിൽ വീണ് കിടക്കുന്നവനായിരിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, നീ ഒരുപക്ഷെ മദ്യപാനത്തിനോ മയക്കുമരുന്നോ അടിമകളായിരിക്കാം. ഈ ലോകത്തിന്റെ ഏതെങ്കിലും തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദികളോടൊപ്പം നീ അകപ്പെട്ട് നിനക്ക് പുറത്തു വരുവാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ സാത്താന്റെ ഗ്രൂപ്പുകളിൽ ചെന്ന് അകപ്പെട്ട് നീ സാത്താന്റെ പിന്നാലെ പോയി നിനക്കതിൽ മോചനമില്ലാതെ കിടക്കുന്ന വ്യക്തിയായിരിക്കാം. ഏതെങ്കിലും പാപ സ്വഭാവത്തിൽ നീ അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ അവസ്ഥയിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ നീ കടന്നു പോകുന്ന അവസ്ഥയിലും ദൈവം നിന്നെ സ്നേഹിച്ച് നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്ത് നിന്നെ ഭാഗ്യവാനാക്കി മാറ്റുവാൻ, നിന്നെ ഭാഗ്യവതിയാക്കി മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ നീ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. പാപത്തിൽ വീണ് പാപത്താൽ ബന്ധിക്കപ്പെട്ട് പുറത്തു വരുവാൻ കഴിയാതെ കണ്ണുനീരിന്റെ നടിയിലൂടെയാണോ നീ യാത്ര ചെയ്യുന്നത്? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിടിവിക്കാൻ പോകുകയാണ്.
നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം തരാൻ പോകുക, നിന്റെ ജീവിതത്തിന് ആശ്വാസം തരാൻ പോകുക. അതെ, ദൈവത്തിന്റെ ദാസന്മാരെ നിന്റെ ഭവനത്തിലേക്ക് ദൈവാത്മാവ് വഹിക്കും. അവർ വന്ന് നിനക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും ദൂതുകളും ആലോചനകളും പകർന്നു തരും. അവരുടെ നാവിൽ കൂടെ ദൈവം സംസാരിക്കുമ്പോൾ, അവരുടെ അതരത്തിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ, ആ കേൾക്കുന്ന വാക്കുകൾ, കേൾക്കുന്ന വചനങ്ങൾ നീ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ദൈവത്തിനെ സമർപ്പിക്കുന്നെങ്കിൽ ആ നിമിഷം നിന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരും. രക്തം ചെയ്യും. അങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട്. അല്ലേ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തകർക്കുന്നതല്ല, ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നതാണ്. സുവിശേഷം പാപബോധം ഉളവാക്കുന്നതാണ്. സുവിശേഷം നിത്യജീവനെ നൽകുന്നതാണ്. സുവിശേഷം മനുഷ്യനെ ഭാഗ്യവാനായി തീർക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടനഷ്ട വേദന ദുഃഖ സങ്കടങ്ങളെ നീക്കി തരുന്നതാണ് ദൈവവചന സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിനക്ക് വേണ്ടി പങ്കപാടുകൾ സഹിച്ചതും കാര്യം പാണിയാൽ തറയ്ക്കപ്പെട്ട മുൾക്കിരീടധാരിയായി മാറിയതും അവന്റെ വിലാപ്പുറം കുത്തി തുറന്ന് അവന്റെ ശരീരം ഉഴവുചാലുപോലെ കീറി അവസാന തുള്ളി രക്തം വരെ തന്ന് നിന്നെ സ്നേഹിച്ചത് എന്തിനാ? നിന്നെ ഭാഗ്യവാനാക്കി മാറ്റിയെടുക്കാനാ. നിന്റെ സ്വഭാവങ്ങളെ നീക്കി, നിന്റെ ശാപത്തെ നീക്കി, നിന്റെ ബന്ധനങ്ങളെ അഴിച്ച് നീ കടന്നു പോകുന്ന എല്ലാ പ്രതികൂലത്തിനെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ മകനാക്കി മാറ്റി, ദൈവരാജ്യത്തിന്റെ മകളാക്കി മാറ്റി നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. നിന്നെ തകർക്കുന്ന ശാപത്തിന്റെ കെട്ടുകൾ, പാരമ്പര്യ ബന്ധനങ്ങൾ, ഹല്ലേലൂയ, അത് നീ പുറത്തു വരണം. ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തത് എന്താണെന്നറിയാമോ? ചില വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടാത്തത് വീട്ടുകാർ തമ്മിലും അയൽവാസികൾ തമ്മിലും ഒക്കെ പലപ്പോഴും ശണ്ട ഉണ്ടാകാറുണ്ട്. അത് ലോകത്തിൽ അങ്ങനെ ഉണ്ട്. അത് ദൈവമക്കളായിരുന്നാലും ദൈവദാസന്മാരായിരുന്നാലും ആരായിരുന്നാലും ഈ പ്രശ്നങ്ങളുണ്ട്. ചിലരൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്നാളെ എന്നോട് ഒരു സഹോദരൻ പറഞ്ഞ സൗകര്യം കുടുംബമായിട്ട് അത് എനിക്കെതിരെ ശത്രുതയൊരുക്കി എന്നെ തകർപ്പാൻ, എന്നെ നശിപ്പിക്കാമെന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ കൂടോത്രം ചെയ്തു പറഞ്ഞു. അല്ലേലി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സൗകര്യം കൂടോത്രം? അവരെന്നെ കുറിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു അവരത് അനുഭവിക്കുന്നു. ഞാൻ തിരിച്ചു പറഞ്ഞു, എന്റെ സഹോദര, നീ കൂടോത്രം ചെയ്താലും നീ മന്ത്രവാദം ചെയ്താലും അവൻ ഏൽക്കത്തില്ല. താൽക്കാലികമായിട്ട് ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ അതിന്റെ എന്തെങ്കിലും പ്രത്യാഘാതം കണ്ടാലും അതിന് പകരം ഇരട്ടിയായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് അത് മടങ്ങി വരുമെന്ന് പറഞ്ഞു. നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരെ ശാപം മുഴുവൻ നീ അനുഭവിക്കുമെന്ന് പറഞ്ഞു. അവരോട് ഞങ്ങൾ അനുഭവിച്ചോളാം. ഞാൻ നിങ്ങൾ അനുഭവിക്കും. നീ മറ്റൊരാൾക്ക് വേണ്ടി കൂടോത്രം ചെയ്ത്, ക്ഷുദ്രവാദം ചെയ്ത്, മന്ത്രവാദം ചെയ്ത് നീ ആ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ശാപങ്ങൾ പാരമ്പര്യമായി നിന്റെ മേലും നിന്റെ തലമുറ മേലും നിന്റെ മക്കളുടെ മേലും വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അതിൽ സൂക്ഷിക്കണം കേട്ടോ. മന്ത്രവാദം ക്ഷൂത്രം ചെയ്ത് നീ ആരെ തകർക്കാൻ പോയാലും നിന്റെ കുടുംബം നശിക്കും എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു വരുമെന്ന്. എങ്ങനെ തിരിഞ്ഞു വരും? നമ്മൾക്ക് പണ്ടത്തെ ഈ ടെലിഫോൺ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളവരല്ലേ? ഹല്ലേലൂയ. ടെലിഫോൺ ഉപയോഗിക്കുമ്പോൾ പണ്ടത്തെയൊക്കെ ടെലിഫോൺ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന കറക്കുന്ന സാധനമായത്, കറക്കുന്ന സാധനം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കറക്കി ഇവിടോട്ട് കൊണ്ടുവിടും, പിന്നെ ഇവിടെ ഇരുന്ന് കറക്കി, അങ്ങനെ കറക്കിക്കൊണ്ട് ആ വിടുന്ന കറക്ക് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ ഇവിടെ ഈ മന്ത്രവാദ കൂടോത്രം. നീ ഇവിടുന്ന് തുടങ്ങി അവിടെ കൊണ്ട് മുട്ടിക്കും, നീ അവിടുന്ന് കൈയെടുക്കും, നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ നീ ഇവിടുന്ന് തുടങ്ങി അമ്മന്റെ വീട്ടിൽ കൊണ്ട് മുട്ടിക്കാൻ ഒരുങ്ങിയാൽ നീ അവിടുന്ന് കൈയെടുക്കുമ്പോൾ നീ ആ കാലെടുക്കുന്ന അത് നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന്. അല്ലെങ്കിൽ നീ വെച്ചത് നിനക്ക് തന്നെ, നീ കുഴിച്ച കുഴി നീ തന്നെ വീട് സഹോദര സഹോദരി. അല്ലെങ്കിൽ അല്ലാതെ നീ ചെയ്യുന്ന മന്ത്രവാദം കൊണ്ട്, നീ ചെയ്യുന്ന കൂടോത്ര സൂത്രം കൊണ്ടും അല്ലെങ്കിൽ ഒരു ദൈവവിദ്യ തകർക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന വ്യക്തി ദൈവഭക്തനാണെങ്കിൽ, ദൈവജനമാണെങ്കിൽ അവനെ തകർക്കുവാൻ നിനക്ക് കഴിയില്ല. കാരണം ദൈവം തന്റെ ജനത്തെ ഭാഗ്യവാനായി തെരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനത്തിനെതിരെ മന്ത്രവാദങ്ങളും കൂടോത്രവും ക്ഷുദ്രങ്ങളും ചെയ്യുമ്പോൾ ഓർത്ത് വേണം ചെയ്യാൻ, സൂക്ഷിച്ച് വേണം ചെയ്യുവാൻ. അത് നിന്റെ കുടുംബത്തെ തകർക്കും. ദൈവമക്കൾക്കൊന്നും സംഭവിക്കത്തില്ല കേട്ടോ. രക്തം ചെയ്യും. ഞാൻ അവരോടത് പറഞ്ഞു കൊടുത്തു, അവർക്കത് ബോധ്യപ്പെട്ടു കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ എന്നോട് ചോദിച്ചു അതിനെന്താ പ്രതിവിധി എന്ന് ചോദിച്ചു. ഞാൻ പ്രതിവിധി ഞാനോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് അനുദരിച്ച് മാപ്പ് ചോദിച്ച് നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞു. ശരി. അപ്പം വ്യക്തിയോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞപ്പം വായിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളെങ്ങനെ അവരോട് ക്ഷമ പറയുന്നത്? ഞങ്ങളുടെ കുടുംബം കണ്ടില്ലേ, ഞങ്ങളുടെ പാരമ്പര്യം കണ്ടില്ലേ, ഞങ്ങളുടെ തറവാട് കണ്ടില്ലേ, ഞങ്ങൾ ആരാന്ന് വാസ്തു അറിയത്തില്ലേ, അവർ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ ജാതിയല്ല, ഞങ്ങളെ കാട്ടി കുറഞ്ഞവരാണ്, ഞങ്ങൾ ഇനി ചെന്ന് അവരോട് ക്ഷമ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന ചില ദുർസ്വഭാവമുള്ളവരുണ്ട്, ചില അഹങ്കാര മനോഭാവമുള്ളവർ. അവരോടൊക്കെ പറയട്ടെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസലോ.
ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ, ദൈവിക നന്മകൾ പ്രാപിക്കണമെങ്കിൽ, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ, നിനക്ക് സമാധാനം വേണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ നിനക്ക് ദൈവം തരുന്ന പേരാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. അത് തന്നെയാണ് മോശെ ഇസ്രായേലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞത്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. അല്ലേ? ലോകപരമായിട്ടുള്ള ഇസ്രായേലിനെ നമ്മൾ ചിന്തിച്ചാലും ആത്മീയമായ ഇസ്രായേലിനെ കുറിച്ച്, പുതിയ നിയമസഭയെ കുറിച്ച് ചിന്തിച്ചാലും ഈ വചനം യാഥാർത്ഥ്യമാണെന്ന്. ഹല്ലേലൂയ. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇത് ഭാരപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന യുവാക്കളോട് പറയട്ടെ, നിങ്ങളുടെ യൗവന പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് അനവധി മോഹങ്ങൾ ഉണ്ടാകാം. ഒരുപാട് മോഹങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. നിങ്ങൾ പലപ്പോഴും അതിനകത്ത് വഴുതി വീഴാറുണ്ട്. അല്ലേ? പലപ്പോഴും നിങ്ങൾ അതിനകത്ത് വഴുതി വീണ്, നിങ്ങൾ പാപത്തിൽ വീണ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ നിലയില്ലാ കയത്തിൽ മുങ്ങി താഴുന്നത് പോലെ നിങ്ങൾ ചെന്ന് പറ്റിയ ചില സാഹചര്യമുണ്ട്. അല്ലേ? അവിടെ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കാൻ കഴിയും? ചെന്ന് ചാടിയ പാപത്തെ പുറലോകത്തോട് പറയുവാൻ കഴിയാതെ നീ ഹൃദയം കൊണ്ട് വേദനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലേ, രക്തം ചെയ്യാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാൻ നിന്നെ അതിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം എന്നൊരു പുതുവഴി തുറന്ന് തരുമെന്നാണ്. പ്രൈസറോ. എന്നോടൊരു സഹോദരി പറഞ്ഞു, എന്റെ പാസ്സേ, അതൊക്കെ ചെറിയ കുട്ടിയാ കേട്ടോ, കല്യാണമൊന്നും കഴിച്ചതല്ല. എന്നോടത് സങ്കടത്തോട് പറഞ്ഞു, പാസ്സേ, എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിയ, ഒരു അപകടം പറ്റി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ച്, എന്താണ് പറ്റിയത് മോളെ, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം എന്താണ്? ആ കുട്ടി എന്നോട് അതിന്റെ സങ്കടങ്ങൾ പറഞ്ഞു കേട്ടോ. ഞാനൊരു പ്രതിവിധി പറഞ്ഞു കൊടുത്തു. അല്ലേ? അതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത നിന്റെ ജീവിതത്തിനകത്ത് ആ പാപം ദൈവം ക്ഷമിച്ചു തന്ന് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ആ കുട്ടി അത് കേട്ടങ്ങ് അനുസരിച്ചു. ചില നാളുകൾ കഴിഞ്ഞ് ഞാൻ ആ കുട്ടി ഒരു യാത്രമധ്യേ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതത്തിൽ? വളരെ സന്തോഷമാണ്, വളരെ ആനന്ദമാണ്. ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ദൈവസഭയിൽ കടന്നു പോകുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു പാസ്റ്റർ, ഇനി എനിക്ക് സ്നാനപ്പെട്ടോ എന്ന് പറഞ്ഞു. എനിക്കിത് കേട്ടോ ഭയങ്കര സന്തോഷമായി. കണ്ടോ, ദൈവ സമയത്ത് ചിലരെ ഒരുക്കുമെന്ന് നിന്റെ ജീവിതത്തിന് വേണ്ടി. നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ നിനക്ക് അതിജീവിക്കാൻ കഴിയാതെ നീ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിന്റെ ആ വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ വേണ്ടി ദൈവത്തിന്റെ ദാസന്മാരെ നിന്റെ അരികിലേക്ക് അയക്കും. അവർ സ്നേഹത്തിന്റെ ദൂതുകൾ, സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ, സ്നേഹത്തിന്റെ വചനങ്ങൾ, ആശ്വാസത്തിന്റെ വചനങ്ങൾ നിന്നോട് പറയുമ്പോൾ നീ അത് ഏറ്റെടുത്ത് അനുസരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ സകല പാപങ്ങളിൽ ക്ഷമിച്ച് നിന്നെ മാനിക്കുവാൻ ദൈവം വിശ്വസനാണ്. ലോകം നിന്നെ കളിയാക്കി അപമാനിച്ച് പരിഹസിച്ച് ദൈവം നിന്നെ തള്ളിക്കളയാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നിന്നെ മാനിച്ച് നിന്നെ ഭാഗ്യവാനായി, ഭാഗ്യവതിയായി മാറ്റും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊടുത്തു. അത് ദൈവം ഒരുവന്റെ ജീവിതത്തിനകത്ത് മാറ്റം കൊടുക്കുമ്പോൾ, ദൈവം ഒരുവന്റെ ജീവിതത്തെ പണിതെടുക്കുമ്പോൾ, ദൈവം ഒരു ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അവൻ ഇന്നലത്തെ സ്ഥിതിയെല്ലാം മാറും. അതുകൊണ്ടാണ് നമ്മൾ 144 സങ്കീർത്തനത്തിന്റെ 15 വാക്യമൊക്കെ വായിച്ചത്, ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. അതെ, നിന്റെ ജീവിതത്തിന്റെ പാപങ്ങളെയൊക്കെ മാറ്റി നീ ദൈവത്തെ അറിയുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ, യേശുവിനോട് ഹൃദയം കൊടുക്കുമ്പോൾ, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ള, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. അല്ലേ? യേശു നിന്റെ ജീവിതത്തിൽ ദൈവമായിരിക്കുന്നത് നിനക്ക് ഭാഗ്യമാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ നാം ദൈവവചനം അല്ലെങ്കിൽ ദൈവജനത്തെ കുറിച്ച് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനത്തെ കുറിച്ച് വായിക്കുമ്പോൾ, ദൈവവചനത്തെ കുറിച്ചും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, ലോകജനങ്ങൾ ഈ ഭാഗ്യത്തെ കുറിച്ച് തിരിച്ചറിയാതെ അനാഥന്മാരെ പോലെ ജീവിക്കുക. ഹല്ലേലൂയ. ലോകജനം ഈ ഭാഗ്യങ്ങളെ കുറിച്ച് അറിയാതെ അനാഥന്മാരെ പോലെ ജീവിക്കുക. ആകാശത്തിൻ കീഴിൽ തുറന്നു വിട്ടപ്പെട്ടവരായി ആപത്തിലും നാശത്തിലും അവർ ചെന്നുപേരുകയാണ്. ആകാശത്തിന് കീഴിൽ തുറന്നു വിടപ്പെട്ട ഇവരെ പോലെ അവർ ആപത്തിലും പാപത്തിലും ശാപത്തിലും ബന്ധനത്തിലും കുരുക്കിലും ചെന്ന് ചാടുന്നു. ഹല്ലേലൂയ. ലോകജനത്തിന്റെ അവസ്ഥയാകട്ടോ. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളായ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായി സ്വർഗത്തിൽ ദൈവമുണ്ട്. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് ശ്രേഷ്ഠമായ മറുപടി നൽകുന്ന ശ്രേഷ്ഠനായ പിതാവാണ്. ഹല്ലേലൂയ. അത് നീ ലോക ജനത്തെ പോലെ ആകാശത്തിരികൾ തുറന്നു വിടപ്പെട്ട് നീ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ, ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാതെ എങ്ങോട്ട് ഓടി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ,
നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ശ്രേഷ്ഠനായ പിതാവിന്റെ സന്നിധിയിൽ നിന്റെ വിഷയങ്ങളെ കൊടുത്തുകൊണ്ട് രക്തം ചെയ്യും. ഹല്ലേലൂയ. നീ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ, നീ അനുതാപത്തോടെ മടങ്ങി വരുമ്പോൾ, പശ്ചാത്താപത്തോടെ മടങ്ങി വന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ സകല വിഷയങ്ങളും പരിഹരിക്കപ്പെടും. രക്തം ചെയ്യും. വിശ്വസിക്കാമോ? ഒന്ന് സ്തോത്രം പറയാമോ? ഇന്ന് പകൽ ആരെങ്കിലും കഷ്ടതയുടെ നടിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലേലിയ മരണം മതി എന്നൊക്കെ ഓർത്ത് ആദ്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര നീ യേശുവിനോട് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ സങ്കടങ്ങളെ നീ യേശുവിനോട് പറ. നിന്റെ പ്രശ്നങ്ങളെ യേശുവിനോട് പറയാം. നീ ലോകക്കാരോട് നിന്റെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പറയാതെ നീ യേശുവിനോട് പറ. രക്തം ചെയ്യാം. യേശു നിന്റെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിന്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ യേശു ആഗ്രഹിക്കുക. നിന്നെ അനാഥനായി വിടാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആകാശത്തിന് കീഴിൽ വിടപ്പെട്ടവരെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ നിന്നെ ദൈവം സമ്മതിക്കുകയില്ല. അവൻ നിന്നെ മാറോട് ചേർത്ത് പിടിച്ച്, ആമീൻ, 2 കരങ്ങൾ കൊണ്ട് നിന്നെ ചേർത്ത് പിടിച്ച്, ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന ഹല്ലേലൂയ, നിന്നെ മാനിക്കുന്നവരാണ്. നിന്നെ ഭാഗ്യവാനാക്കി മാറ്റുന്നവനായ യേശു. രക്തം ചെയ്യും. നിന്റെ വിഷയങ്ങളുമായി യേശുവിന്റെ അരികിലേക്ക് വാ. ശ്രേഷ്ഠനായൊരു പിതാവ് നിനക്കുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ അപ്പം തന്നെ മക്കളോട് ദയ കാണിക്കുന്നത് പോലെ അവൻ നിന്നോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. ഒരപ്പം തന്നെ മക്കളോട് ദയ കാണിക്കുന്നത് പോലെ യേശുവിനോട് ദയ കാണിക്കും. അത് നീ എത്ര വലിയ പാപിയായിരുന്നാലും ദൈവം നിന്നോട് ക്ഷമ കാണിക്കും, ദയ കാണിക്കും. ഹല്ലേലൂയ. നീ ലോകം പറയും ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ല. നിന്റെ ഹൃദയത്തിലും നിനക്ക് ചിന്തയാവും, എന്നോട് യേശു ക്ഷമിക്കത്തില്ല, എന്റെ പാപത്തിനൊരു എനിക്ക് പരിഹാരമില്ല, ഞാൻ മടുത്തു എന്നൊക്കെ നിനക്ക് തോന്നാം. ഇല്ല സഹോദര സഹോദരി, നീ മടുത്തവളോ അല്ല. അതിന്റെ ഹൃദയത്തിൽ അങ്ങനെ ചിന്ത വരുന്ന അതിനെ നീ വലിച്ചെറിഞ്ഞിട്ട് ദൈവാത്മാവ് പറയുക, ഒരു മകന് അല്ലെങ്കിൽ ഒരു അപ്പൻ മകനെ സ്നേഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കുവാൻ, ദയ കാണിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് നിന്റെ സങ്കടങ്ങളുമായി നീ ദൈവത്തിലേക്ക് മടങ്ങുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ്. യേശു പറയുന്നത് എന്താണെന്നറിയോ? അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം 13-ാം വാക്യം തോന്നുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും എന്നൊക്കെ തിരുവെഴുത്ത് പറയുന്ന മാനുഷിക വാക്കുകളല്ല. ഹല്ലേലൂയ. ഒരു പാസ്റ്ററോ ഉപദേശിയോ ഒന്നും വിളിച്ചു പറഞ്ഞതല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നീ ജനിക്കുന്നതിന് മുമ്പേ, ആമീൻ, നീ ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചത് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചനത്തിന്റെ ആത്മാവിൽ എഴുതിയതാണ് ഈ വചനമൊക്കെ. അതെ, നിന്നെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. അമ്മയുടെ, ഒരു അപ്പന്റെ, ഒരു സഹോദരന്റെ, സഹോദരിയുടെ സ്നേഹം തരുവാൻ, അതിനേക്കാൾ ഉറ്റ സ്നേഹം, അതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹം തരുവാൻ യേശുക്രിസ്തുവിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, നീ ഒറ്റപ്പെട്ടവളല്ല, നീ ഒറ്റപ്പെട്ടവനല്ല, നീ തഴയപ്പെട്ടവനല്ല, നീ ദൈവരാജ്യത്തോട് അടുത്തവനാ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, നീ ദൈവരാജ്യത്തോട് അടുത്തവളാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ രക്ഷയും അഭിഷേകവും പ്രാപിച്ചത് ഭാഗ്യത്തിലും ഭാഗ്യമേറിയ കാര്യമാകുന്നു. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതും അനുസരിക്കുന്നതും അവനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതും ദൈവത്തിന്റെ മകനായി മാറുന്നതും മകളായി മാറുന്നതും ദൈവകൽപ്പനയാണ് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതും ദൈവവചനമനുസരിച്ച് വേർപാടും വിശുദ്ധിയിൽ ജീവിക്കുന്നതും മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കുന്നതും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യമേറിയ അനുഭവമായി. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന നിങ്ങളെ കരങ്ങളൊക്കെ കൂട്ടി ദൈവത്തെ നിന്ന് അടിച്ച് ദൈവത്തെ നിന്ന് കരകൾ കൂട്ടിയടിച്ച് ദൈവത്തെ നിന്ന് സ്തുതിച്ചാട്ട്. അല്ലെങ്കിൽ നിന്റെ ആരാധന സ്തുതി പ്രഭാതത്തിൽ യേശു കാണുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുക. സങ്കടത്തോടു കൂടി നീ ഇരിക്കുന്ന, നീ സന്തോഷത്തോടു കൂടി ഇരിക്കുക. സമാധാനത്തിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ തരാൻ ആഗ്രഹിക്കുക. കരങ്ങിയ കണ്ണുമായി കുടുംബജീവിതം തകർന്ന് ചിഹ്ന ഭിന്നമായി കിടക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് നിന്റെ തകർന്ന കുടുംബത്തെ, തകർന്ന് അമരുട്ടഞ്ഞു കിടക്കുന്ന ജീവിതത്തെ ദൈവം പുതുക്കിയെടുപ്പാൻ ആഗ്രഹിക്കുക. രണ്ടായിട്ട് പിരിഞ്ഞ് ജീവിക്കുന്ന, ഒരിക്കലും അടുക്കുകയില്ല, ഒരിക്കലും അടുപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചിഹ്ന ഭിന്നമായി പോയ ചില കുടുംബങ്ങളെ ദൈവം കൂട്ടി യോജിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ പുതിയ സന്തോഷത്തെ ദൈവം തരാൻ പോകുന്നു. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
അത് ദൈവം നിന്നെ ഭാഗ്യവാനാക്കി മാറ്റുവാൻ, നിന്റെ ഭാഗ്യവതിയാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മോശ പറഞ്ഞു, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാണ്. അതെ, ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്കുണ്ട്. വാഗ്ദത്തം നിന്റെ മേൽ ദൈവം നിറവേറാൻ ആഗ്രഹിക്കുന്ന സഹോദരൻ. അതെ, ഈ വാഗ്ദത്തം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇത് പകലിനെ കേൾക്കുന്നവരെ സ്നേഹിതേ, സത്യത്തിന്റെ ദൈവത്തെ നിങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവസനെ വിശുദ്ധന്മാരായി നിങ്ങൾ ശോഭിക്കണം. മഹത്വമായ ഭാഗ്യത്തെ നിങ്ങൾ സ്വീകരിക്കണം. ഒരുവന് യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ ഭാഗ്യമേറിയ സ്വർഗീയ കുടുംബത്തിന്റെ പങ്കാളിയായി മാറുക. ഭൂമിയിലെ മനുഷ്യന്റെ കുടുംബം എന്നൊക്കെ പറയുന്നത് ഒന്നല്ലെങ്കിൽ വേറൊരു ശാപം കൊണ്ട് നിറയപ്പെട്ടതാണ്. നിങ്ങൾ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും എടുത്ത് പരിശോധിക്കുക, ശാപത്തിൻ കീഴിലല്ലാത്ത ഒരു കുടുംബവുമില്ല. ചിലരൊക്കെ പറയും എന്റെ കുടുംബത്തിൽ ശാപമില്ല, ഞങ്ങൾ ശാപത്തിൻ കീഴിലല്ല എന്നൊക്കെ ചിലരൊക്കെ ചുമ്മാ അറിയാതെ ഈ പൊട്ടത്തരമൊക്കെ പറഞ്ഞ് വാത് കിട്ടുന്നവരുണ്ട്. എല്ലാ കുടുംബവും ശാപത്തിൻ കീഴില്ല. പാപം മുഖാന്തരം, അകൃത്യം മുഖാന്തരം, പിതാക്കന്മാർ ചെയ്തു വെച്ച മാലിന്യം മുഖാന്തരം, പിതാക്കന്മാർ ചെയ്തു വെച്ച കൂടോത്ര മന്ത്രവാദ ക്ഷുദ്രങ്ങൾ മുഖാന്തരം, അല്ലെങ്കിൽ പിതാക്കന്മാർ ചെയ്തു വെച്ച കഠിനമായ ഉപദ്രവങ്ങൾ മുഖാന്തരം നിന്റെ കുടുംബം ശാപത്തിലാണ്. ഒരുപക്ഷെ നീ വലിയ ധനാഢ്യനും പണക്കാരനും പണമുള്ളവനും പേരും പ്രശസ്ത സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളവനായിരിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, നിനക്ക് സമാധാനം പിന്നെ നിന്റെ കുടുംബം ശാപത്തിന്റെ കെട്ടില, ബന്ധനത്തില. അതിൽ നിനക്കൊരു മോചനം വേണമെങ്കിൽ കർത്താവായ യേശുവിനെ നീ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ നിന്റെ ഭാഗ്യമേറിയ കുടുംബത്തിന്റെ അനുഭവത്തിലേക്ക്, സ്വർഗീയ കുടുംബത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ഭൂമി നിന്റെ കുടുംബത്തിലെ ശാപങ്ങൾ മാറും. ഭൂമിയിൽ നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയും. നിന്റെ കുടുംബം സ്വതന്ത്രമായി മാറും. ക്രിസ്തുവോടെ വരും. ക്രിസ്തുവിന്റെ പ്രകാശത്തോട് ഉദിക്കും. വലിയ അതുപോലെ തന്നെ നീ സ്വർഗീയ കുടുംബത്തിന്റെ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് വരികയാണ്. രക്തജയം എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പിതാവേ, യേശുവിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ നിന്റെ കുടുംബം ശാപത്തിന് കീഴില്ല. ഹല്ലേലൂയ. പാപത്തിന് അധീനരായി പാപസ്വഭാവത്തിൽ വീണ് പാപത്തം നിറയപ്പെട്ട നിന്റെ കുടുംബം ശാപത്തിലാണ്. നിങ്ങൾ പറയും, ഞാൻ കൊലപാതകമൊന്നും ചെയ്തില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ബലാത്സംഗം ചെയ്തിട്ടില്ല, വാണിഭങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുമായിരിക്കും. അതെ, ശരിയാ, ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബം പാപത്തിന് ശാപത്തിനുമാണ്, ബന്ധനത്തില എന്ന് പറഞ്ഞാൽ നീ ഒരു മദ്യപാനി ആണെങ്കിൽ പോലും നിന്റെ കുടുംബം ശാപത്തിലാണ്. നീ ഒരു മയക്കുമരുന്ന് അടിമയാണെങ്കിൽ നിന്റെ കുടുംബം ശാപത്തില. കൈക്കൂലി വാങ്ങുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ കുടുംബം മഹാശാപത്തില. അല്ലേലിയ. നീ ആരോടെല്ലാം കൈക്കൂലി വാങ്ങിയോ അതെല്ലാം ശാപമായി നിനക്ക് നിന്റെ കുടുംബത്തിന് കിടക്കുക. അധികാരികളോട് പറയട്ടെ, നീ കൈക്കൂലി വാങ്ങുന്നത് അത് നിന്റെ ജീവിതത്തിനകത്ത് ശാപമാണ്. 1000-ന്റെ 10,000-ന്റെ കെട്ടുകൾ വാങ്ങി പോക്കറ്റിൽ ഇടുമ്പോൾ ഒരു സന്തോഷം കാണും. അല്ലേരിയ. പോക്കറ്റിൽ വീട്ടിലേക്ക് പോകും പാവം കയറി കുടിക്കുമ്പോഴും ആ പാവം കൈക്കൂലിയായി വാങ്ങിയ പണം നിന്റെ അക്കൗണ്ടിൽ കൊണ്ടിടുമ്പോഴൊക്കെ നിനക്ക് സന്തോഷം കാണും. പക്ഷെ അത് കൊണ്ടിടുന്നത് ശാപമാണ്. അത് ശാപത്തിന്റെ പണമാണ്. മനുഷ്യനെ പിടിച്ചു വാങ്ങിയത് അവനെ പിടിച്ചു പാലിച്ചു വാങ്ങി എടുത്തതാ നീ. അങ്ങനെയുള്ളവരും അനുഗ്രഹിക്കപ്പെടാം. അങ്ങനത്തെ പറഞ്ഞ ഞങ്ങള് അനുഗ്രഹിക്കപ്പെട്ടതാ. അല്ല, ശാപം. കൈക്കൂലി വാങ്ങരുത്, കൊള്ളപ്പലിശ വാങ്ങരുത്, പിടിച്ചു മറിക്കരുത്, അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. അല്ലേരിയ. ചിലരാണല്ലേ പൈസ കൊടുത്തിട്ട് കൊള്ള പലിശ വാങ്ങും. കിട്ടിയില്ലെങ്കിൽ പാവങ്ങളെ ഭൂമി ജപ്തി ചെയ്യും. അവന്റെ ആധാരം പിടിച്ചു വെക്കും. വേണമെങ്കിൽ ഗുണ്ടായുസമായിട്ട് ചെന്ന് അവനെ ഉപദ്രവിക്കും. നീ ശാപത്തിലെ സഹോദരൻ, നിന്റെ കുടുംബം സാധുക്കളെ ഉപദ്രവിക്കുന്ന, അനാഥന്മാരെ വിധവമാരെ ഉപദ്രവിക്കുന്ന നീ എത്രയോ വലിയ ശാപത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. കുടുംബ ബന്ധനം, കുടുംബത്തിന്റെ ശാപത്തിൽ നിന്ന് നീ ഒഴിവായില്ലെങ്കിൽ നിന്റെ തലമുറകൾ അനുഭവം നീ കഴിഞ്ഞു പോകും. നീ കഴിഞ്ഞു പോയത് കൊണ്ട് ഒന്നും തീരുന്നില്ല. നീ ചെയ്തു വെച്ച സകല അകൃത്യങ്ങളും പാപങ്ങളും നിന്റെ തലമുറ അനുഭവിക്കും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങിവ. ദൈവം നിനക്കൊരു വാഗ്ദത്തം നൽകി, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാണ്. അത് നീ സ്വർഗീയ കുടുംബത്തിനകത്ത് സ്വർഗീയ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നന്മ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിനും അങ്ങനെ. പിന്നെയോ ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് പറയുകയാണ്, ഇബ്രാഹിം ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെയോ സ്തോത്രം. ഹല്ലേലൂയ. ഇബ്രാഹിം 12-ന്റെ 22, 23, 24 വാക്യങ്ങൾ വായിക്കാൻ കാണുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പിന്നെയോ സ്വർഗീയ പർവ്വതത്തിന് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും 10,000 ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും
പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കിലേക്ക് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് വിവരിക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വാക്കുകൾ നിർത്തുക. അല്ലേ? അപ്പൊ ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം എന്നൊക്കെ പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുവിന്റെ രക്തത്താൽ നീ കഴുകൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ദൈവം നിന്നെ ഭാഗ്യവാനായി ഭാഗ്യവതിയായി തിരഞ്ഞെടുക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ പാപ ചാപ രോഗബന്ധനങ്ങളെ നീ അഴിക്കുന്നു. നീ സ്വതന്ത്രനായി മാറുന്നു. അത് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ വേദനയോടെ കടന്നു പോകുന്ന സഹോദരനോട് പറയട്ടെ, നിന്റെ സങ്കടത്തെ മാറ്റുവാൻ നീ ആഗ്രഹിക്കുക. നിനക്ക് തല ഉയർത്തുവാൻ കഴിയാത്ത ഏതെങ്കിലും പ്രതിസന്ധിയുടെ നിറവിലാണോ നീ ആയിരിക്കുന്നത്? ഇന്ന് പകൽ യേശുവിനോട് നീ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ പ്രശ്നത്തെ ദൈവം പരിഹരിച്ചു നൽകും. അല്ലേരി അനേകർ ഭാഗ്യമെന്നാൽ പണം, വസ്തു, അന്തസ്, കാറ്, വീട്, ബംഗ്ലാവ് എന്നൊക്കെയാണെന്ന് കരുതുന്നത്. അല്ലേരി എന്നാൽ ഇതിനേക്കാളും വിശിഷ്ടമായി ദൈവ സാന്നിധ്യം, ദൈവ ബലം, ദൈവ കൃപ, ദൈവിക സന്തോഷം, ദൈവിക സമാധാനം, അതൊക്കെയാണ് ഏറ്റവും വലിയ ഭാഗ്യമേറിയ അനുഭവം എന്ന് പറയുന്നത്. അല്ലേരിയ സ്വതന്ത്രം. നിങ്ങൾ നിത്യജീവനെ പ്രാപിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. അല്ലേലിയ സ്തോത്രം. ഈ ഭൗതികമായ ലോകത്തെക്കാൾ, അല്ലേലിയ ഈ ഭൗതികമായ നന്മകളെക്കാൾ, ഈ ഭൗതികമായ ചിന്താഗതികളെക്കാൾ, ഈ ഭൗതികമായ ജീവിതത്തെ, ലൗകികമായ ജീവിതത്തെക്കാൾ എത്രയോ വലിയ ഭാഗ്യമാണ് സ്വർഗീയ ഭാഗ്യം, അസ്വർഗീയ സന്തോഷം, നിത്യത, പുതിയ യെരൂശലേം എന്നൊക്കെ പറയുന്നത്. ഈ ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികമാണ്. അതൊരു വിടിച്ചാരമായി മാറുന്ന ദിവസമുണ്ട്. എന്നാൽ നീ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ നീ സ്വർഗീയ ഭവനത്തിന്റെ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക്, ദൈവരാജ്യത്തിന്റെ ഭാഗ്യമേറിയ എല്ലാ അനുഭവങ്ങളും യേശു നിനക്ക് തരും. അല്ലേ? അത് നിലനിൽക്കുന്നതാ, അത് നിന്റെ സന്തോഷം തരുന്നതാ. അല്ലേലിയ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1:3 വായിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുന്നതാണ്. അത് നീ ദൈവരാജ്യത്തിന്റെ മകനായി മകളായി മാറുമ്പോൾ, നീ യേശുവിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും തന്ന് നിന്നെ ഭാഗ്യവാനായി ഭാഗ്യവതിയായി ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ആമേൻ. യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഭാഗ്യവാന്മാർ എന്ന കാര്യത്ത് തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ വിവരിച്ച് കാണാൻ കഴിയും. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, പ്രദേശത്തിലുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, എന്റെ നാമനിമിത്തം നിങ്ങളെ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ എല്ലാ തിന്മയും കളവായി പറഞ്ഞ് നിങ്ങളെ പറയുകയും ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം 10:5 വായിക്കണം. നിങ്ങളെ എല്ലാം പറഞ്ഞ് വഴീകരിച്ച് ദൂഷിക്കുമ്പോൾ അവിടെയെല്ലാം നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാ ദൈവോത്തരം പറയുന്നത്. അല്ലേലിയ. അതെ, നിങ്ങൾ ഭാഗ്യമേറിയ ജീവിതം നയിക്കണമെങ്കിൽ യേശു ക്രിസ്തു കാണിച്ചു തരുന്ന വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യണം. നിങ്ങൾ ഭാഗ്യമേറിയ ജീവിതം, സമാധാനപരമായ ജീവിതം നയിക്കണമെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ക്രിസ്തു കാണിച്ചു തന്ന വഴി, യഥാർത്ഥ സത്യമായ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ, യഥാർത്ഥ ക്രിസ്തു ജീവിതത്തിലൂടെ യാത്ര ചെയ്യുവാൻ, പാപ ജീവിതത്തെ വിട്ടൊഴിഞ്ഞ് സമാധാനപരമായ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുവാൻ, ഭാഗ്യമേറിയ ജീവിതം കണ്ടെത്തുവാൻ ഏക വഴികാട്ടിയാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. അല്ലേലൂയ. അതുകൊണ്ട് 119 സംഗീതം 1 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ. 1 സംഗീതം 2 വാക്യത്തിൽ എവിടെയും നിന്നെ ഭാഗ്യവാനാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കഷ്ടതകൾ മാറി, സങ്കടങ്ങൾ മാറി, ദുഃഖങ്ങൾ മാറി ദൈവം തന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെയും യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തിട്ട്, കർത്താവേ, എനിക്ക് ആ ഭാഗ്യമായ ജീവിതം ആവശ്യമാണ്. ഈ ലോകത്തിന്റെ ഭൗതികമായ ഒന്നും എനിക്ക് വേണ്ട, അതെല്ലാം നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്നതാ. എന്നാൽ നശിക്കാത്ത നിലനിൽക്കുന്നതുമായ ആ സ്വർഗീയ ഭാഗ്യത്തിലേക്ക് എന്നെ നയിക്കണമേ. ഞാൻ അതിനായി ആഗ്രഹിക്കുന്നു. അങ്ങയുടെ മകനായ മകളായ എന്നെ സ്വീകരിക്കണമേ. അങ്ങന്റെ പിതാവായി ഇല്ലേക്ക് വരണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളടച്ച്
പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടാം നല്ല സമയത്തിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചെറിയൊരു വലിയും ആമയ്ക്കുള്ളോട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന എല്ലാ ധനാഢ്യന്മാരെയും അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണ മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി മേഖലയിൽ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, കരസേന, വ്യോമസേന, നാവികസേന, ആദ്യകർത്താവിയുടെ അതിർത്തികൾ കാക്കുന്ന BSF, CRPF, ക്രമസമാധാനമാരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന എല്ലാ രഹസ്യാന്വേഷണങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളും ജുഡീഷ്യൽ വകുപ്പുകളെ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, സമുദ്രത്തിലെ ആളുകളിൽ ജോലി, എല്ലാ കനികളിലും ഫാക്ടറിയും ജോലി ചെയ്യുന്നവർ, കടലോര വാസികളെ, തീരദേശവാസികളെ ഞങ്ങൾ ഓർക്കുന്ന മത്സ്യബന്ധനെ കടന്നു പിരിക്കുന്നവർ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരികളും, വ്യവസായ വഴിയോര കച്ചവടക്കാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ, മോട്ടോർ രംഗത്ത് മെക്കാനിക് ജോലി ചെയ്യുന്നവർ, രാവും പകലുമില്ലാതെ ചെറിയ വണ്ടി വിട്ട് വലിയ വണ്ടിയുടെ ഓടിച്ച് ഉപജീവനമാർഗം നടത്തുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ, ട്രേഡ് യൂണിയൻ കൺസ്ട്രക്ഷൻ പണിയെടുക്കുന്നവരെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ. പൊതുമേഖലയിൽ, സഹകരണ മേഖലയിൽ, ബാങ്ക് മേഖലയിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായ പ്രാർത്ഥന, ക്ഷീരമേഖലയും കാർഷിക മേഖലയിലുമായിരിക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ മേഖലയിലെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭരണപ്രദേശ പാർട്ടികൾ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടനാ രംഗം, ചരിത്രമാധ്യ മീഡിയ രംഗത്തിൽ നിൽക്കുന്നവരെ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, ദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവർ, മറ്റു വിദേശ രാജ്യങ്ങൾ കടന്നു കഷ്ടം സഹിക്കുന്ന, മലയാളത്തിൽ വേദന അനുഭവിക്കുന്നവർ, സാലറി കിട്ടാൻ വീട്ടിലേക്ക് ഉടനെ വിസ നഷ്ടപ്പെട്ടവർ, കലാവതർക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വിസ പുതുക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നവർ, വിദേശ രാജ്യങ്ങൾക്ക് ഭവന ജോലിക്ക് കടന്നു സൗകര്യം അനുഭവിക്കുന്ന കഷ്ടതകൾ, പീഡനങ്ങൾ, അല്ലെങ്കിൽ നടുവിൽ വിവിധ കേസുകൾ വിദേശ രാജ്യങ്ങൾ ജയിലിൽ കിടക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥി. വിദേശത്ത് പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, മദ്യപാനത്തിലും മയക്കുലഹരിയും അടിമപ്പെട്ട് കിടക്കുന്നവരെ വിടിവിക്കേടനായി അവരെല്ലാം പാപം വിട്ട് മടങ്ങി വന്ന് ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് കടന്നിരുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരം യൗവനത്തിനും തലമുറയിലായിരിക്കുന്നവരെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന പാചനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വേല സ്നേഹിച്ച് ദേശത്തും വിദേശം കർത്താവ് കടന്നുപോയി വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ കുടുംബം, തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷം ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാർ വിട്ടുകിടക്കണമേ. വിവിധമായ ശാരീരികമായ രോഗത്താൽ ഭാരപ്പെട്ട് മരണാസിലായിരിക്കുന്ന ഭവനത്തിൽ വിശ്രമിക്കുന്നവർ, ഹോസ്പിറ്റലിലായിരിക്കുന്നവർക്ക് എല്ലാം ദൈവം വിടുതലും ആശ്വാസ സൗഖ്യം കൊടുക്കുവാൻ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ജനത്തെ പ്രതീക്ഷ നൽകുന്ന ദൈവവചനം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ഭാഗ്യമേറിയ ജീവിതം നയിപ്പാൻ ഈ ജനത്തിന് ആത്മീയ കണ്ണുകൾ തുറക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വിധിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.